നമുക്ക് ലിസ്റ്റേജ് പറഞ്ഞതിൽ ഒരു പ്രോബ് അയക്കാണ്ട് ഒരു EMI ഫിൽറ്റർ അയക്കാനുണ്ട് ഉണ്ട്. അപ്പോൾ EMI നമ്മൾ അയക്കുന്നത് ഇപ്പോൾ ടെസ്റ്റിങ് മാറിയാണ്, മറ്റേത് വാറണ്ടി റിട്ടേഷൻ വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 8FA കാണിക്കൂലേ, കൊറിയറിൻ്റെ 8FA, അപ്പോൾ അതിൽ ചോദിക്കില്ലേ ട്രാൻസാക്ഷൻ ടൈപ്പ്. അപ്പോൾ ഇൻഡർസ്റ്റേറ്റ് സെയിൽസും അത് രണ്ടായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യണോ? ഇൻഡസ്ട്രിയുടെ സെയിൽസ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ അതിൽ തന്നെ ഈ സാധനം കാണിക്കാൻ പാടുള്ളൂ. ടെസ്റ്റിംഗ് പോണ സാധനം അത് കാണിക്കണമെങ്കിൽ വേറെ തന്നെ ജോബ് വർക്ക് ഔട്ട് പറഞ്ഞിട്ടല്ലേ കാണിക്കേണ്ടത്. അപ്പൊ രണ്ടായിട്ട് തന്നെ കാണിക്കാം അല്ലേ. പിന്നെ ഇത് പോകുന്നത് നമ്മളെ സന്ദീപിനാണ്, 2 കൊറിയറായിട്ട് സന്ദീപിനാണ് അയക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിക്ലറേഷൻ മാത്രം വെച്ചിട്ട് സന്ദീപിനത് അയച്ചാലോ EMI മറ്റേ സ്ഥലം ടെസ്റ്റിങ്ങിനാ പോകുന്നത്. പക്ഷെ എന്താ കൂടി കാണിക്കേണ്ടി വരും അല്ലേ, ഐറ്റം കൂടെ രണ്ടായിട്ട് ചെയ്യാം അല്ലേ. രണ്ടും കൂടെ ഒരു ബോക്സിൽ പോയാലുണ്ടാവില്ല. പ്രോബും EMI കൂടി ഒരൊറ്റ ബോക്സിലാണോ പാക്ക് ചെയ്യുന്നത്? ഒരു ബോക്സിലാണ് സാർ പാക്ക് ചെയ്യുന്നത്.